ഫാൻ, അപ്പം പോയി ഫാൻ ഇട്ട് കൊടുക്കും. വെള്ളം, അപ്പോൾ പോയി വെള്ളം എടുത്ത് കൊടുക്കും. ഒരുപാട് പേരുടെ കുരു പൊട്ടിയ സിനിമയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അതുപോലെ ഒരുപാട് പേരുടെ കുരു പൊട്ടിക്കുന്ന സിനിമയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. അതിനുള്ള കാരണങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് ഫാത്തിമയുടെ തീം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഫെമിനിസ്റ്റ് ഫാത്തിമയിൽ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഒരു സ്ത്രീ, ഒരു മുസ്ലിം കുടുംബത്തിലെ സ്ത്രീ, ഭർത്താവിൻ്റെ അണ്ടറിൽ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത്, അതുപോലെ മക്കളൊക്കെ നോക്കി, അടുക്കള പണിയൊക്കെ എടുത്ത്, പിന്നെ അമ്മായിമ്മൻ്റെ പോരൊക്കെ സഹിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീ. അതാണ് ഫെമിനിസ്റ്റ് ഫാത്തിമയിൽ കാണിക്കുന്ന ഫാത്തിമ. മൂവിയുടെ തീം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബെഡിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന, ലൈക്ക് തുടക്കം മുതൽ അവസാനം വരെ ഒരു ബെഡിന് വേണ്ടിയിട്ട് അലയുന്നൊരു തീം. അതാണ് ഈ മൂവിയുടെ സെൻട്രൽ തീം. ആദ്യം തന്നെ ഈ മൂവിയിൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. അതിൽ ഒന്നാമത് ടേക്ക് അവേ പോയിന്റ് ആണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഈ കുറേ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ ഇരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഹലാലാണോ ഹറാമാണെന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഈ പോഡ്കാസ്റ്റിൽ ഇവരിന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ്, മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിൽ, ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. കാരണം സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്, അത് ഭർത്താവിന് പറ്റില്ല. അപ്പം പ്രസവിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്ക് മാത്രമായതുകൊണ്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഭർത്താവിനാണ്. അതുകൊണ്ട് ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ, ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഈ പോഡ്കാസ്റ്റിലൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് ടേക്സ് ഞാൻ കേട്ടിട്ടുണ്ട് മുസ്ലിം പോഡ്കാസ്റ്റേഴ്സിൻ്റെ അടുത്ത്, മുസ്ലിം ഫീമെയിൽ പോഡ്കാസ്റ്റേഴ്സിൻ്റെ അടുത്താണെങ്കിലും മുസ്ലിം മെയിൽ പോഡ്കാസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഇങ്ങനത്തെ ഒരു ടേക്ക് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് ഈ പ്രസവിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കേണ്ടതുണ്ടോ? ലൈക്ക് എനിക്ക് താങ്കളെ മനസ്സിലാകുന്നില്ല മിസ്റ്റർ. അതുപോലെ ചില പെണ്ണുങ്ങൾ വന്നിട്ട് പറയും, എൻ്റെ ഭർത്താവ് എനിക്ക് ഗുച്ചി പെർഫ്യൂം വാങ്ങിത്തരുന്നുണ്ടല്ലോ, ഡിയോർ ബാഗ് വാങ്ങിത്തരുന്നുണ്ടല്ലോ. നേരെ ഓപ്പോസിറ്റ് ആണല്ലേ. അല്ലെങ്കിൽ ഡിയോർ പെർഫ്യൂം വാങ്ങിത്തരുന്നുണ്ടല്ലോ, ഗുച്ചി ബാഗ് വാങ്ങിത്തരുന്നുണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ, നമുക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് വാങ്ങിത്തരുന്നുണ്ടല്ലോ, അയ്യോ എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് നന്നായിട്ട് പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഈ നിങ്ങളുടെ ഈ ലൈഫ് സ്റ്റൈലിൽ സപ്ലൈ ചെയ്യുന്ന നിങ്ങളുടെ ഹസ്ബൻഡിനെ ഏത് സമയത്തും ഇത് നിർത്താനും പറ്റും. അത് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ എന്താവും, മൂഞ്ചി പോവില്ലേ? അപ്പോൾ എപ്പോഴും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു കാര്യം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളോട് ചോദിച്ചാൽ മനസ്സിലാവും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതുപോലെ ലൈക്ക് വെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ട്രാഡ് വൈഫ് ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ നോക്കി വീട്ടിലിരുന്ന് സാർഡോ ഉണ്ടാക്കി, അല്ലെങ്കിൽ ബ്രെഡ് സ്ക്രാച്ചിൽ നിന്ന് ബേക്ക് ചെയ്ത്, അതൊക്കെയാണ് ഒരു ട്രാഡ് വൈഫ് ലൈഫ് സ്റ്റൈൽ. പക്ഷേ ഈ ട്രാഡ് വൈഫ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ ഫുൾ ടൈം സ്ത്രീകളോട് പറയാണ്, നിങ്ങൾ വീട്ടിലിരിക്കൂ, ഭർത്താവിനെ നോക്കൂ, ഇതാണ് നിങ്ങളുടെ തൊഴിൽ, ഇങ്ങനെ ആയാലും നിങ്ങളുടെ ലൈഫിന് സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് ഇവരെന്താണ്, ഇവർ ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഇവർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസ് ഇടും, ഇവർക്ക് ഇതിൽ ഇൻകം കിട്ടും, ഇവർ വീഡിയോസ് ചെയ്യും, വ്ളോഗ്സ് ചെയ്യും. അതുപോലെ ഈ ബാലറീന ഫാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാനലൊക്കെ ഉണ്ട്, അവരൊക്കെ ബില്യനേഴ്സ് ആണ്. പക്ഷേ അവർ ബാക്കിയുള്ള ആൾക്കാരോട് എങ്ങനെ പറയുന്നത്, നിങ്ങൾ സ്ത്രീകൾ നിങ്ങൾ വീട്ടിലിരിക്കൂ, എന്നിട്ട് ഈ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുള്ളും ഒരു ഹസ്ബൻഡിൻ്റെ തലയിൽ. അപ്പോൾ ഈ എക്കണോമിയിൽ എങ്ങനെയാണ് ഒരു നോർമൽ ഇൻകം ഉള്ള ഒരു ആൾക്ക് ഒരിക്കലും രണ്ടുപേരുടെ ഇൻകം ഇല്ലാതെ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു പോയിന്റും ഈ സിനിമയിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഈ ഫാത്തിമയുടെ കുഞ്ഞ് ഏറ്റവും ചെറിയ മോന് 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ പിന്നാലെ നടക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ നമ്മളൊരു മോഡേൺ ഡേയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് 10 രൂപയല്ലേ, അതിനാണ് ഇവർ ഇത്ര കഷ്ടപ്പെടുന്നത്. പക്ഷേ 10 രൂപയ്ക്ക് 10 രൂപ പോലും അവരുടെ കയ്യിൽ എടുക്കാനില്ല. 10 രൂപ പോയിട്ട് ഒരു 50 പൈസ പോലും മിഠായി വാങ്ങാനും മകൻ്റെ കയ്യിൽ കൊടുക്കാൻ ഇവരെടുത്തില്ല. ഇതൊക്കെ ഒരു സ്റ്റാർക്ക് റിയാലിറ്റിയാണ്. നമ്മുടെ ഒരു പാലസിലിരുന്ന് നോക്കുമ്പോൾ ഒരു 10 രൂപയല്ലെന്ന് വിചാരിക്കും. പക്ഷേ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു റിയാലിറ്റി, സ്ത്രീകളുടെ റിയാലിറ്റി. ഇതുപോലെ ഹസ്ബൻഡിൻ്റെ അണ്ടറിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ റിയാലിറ്റി ഇതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹസ്ബൻഡ് പൈസ തരും എന്ന് തന്നെ വിചാരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരത്തിന്, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങണം, അപ്പോൾ അതിന് എൻ്റെ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങണം, അപ്പോൾ അതിന് ഹസ്ബൻഡിനോട് ചോദിക്കാൻ പറ്റുമോ? ഹസ്ബൻഡ് ചോദിച്ചു പറയും, നിൻ്റെ അമ്മയ്ക്ക് എന്തിനാണ് ഇപ്പോൾ സാരി? അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അളന്ന് മുറിച്ചിട്ട് വേണം നിങ്ങളുടെ ഹസ്ബൻഡിനോട് ചോദിക്കാൻ. അല്ലാന്നൊന്നും ആരും പറഞ്ഞു വരണ്ട, കാരണം അത് സത്യമല്ല. പിന്നെ ഈ പടം ഇസ്ലാമിനെ നന്നായിട്ട് ഊക്കുന്നുണ്ട്. അതിന് ചില്ലറ ധൈര്യമൊന്നും പോലെ അത് ചെയ്യാൻ കാണിച്ച ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്, ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ ഇതിൽ അഭിനയിക്കാൻ ധൈര്യം കാണിച്ച അഭിനേതാക്കൾക്കും ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. കാരണം ഇത് ചിലർ ധൈര്യമൊന്നും പോരാ, ഇങ്ങനത്തെ ഒരു മൂവി എടുക്കണം എന്നുണ്ടെങ്കിലും അതിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിലൊക്കെ. ഇതിലേക്ക് ഞാൻ പിന്നെ വരാം. പക്ഷേ ഇതിൽ സെറ്റിലായിട്ട് നമ്മൾ പാസീവായിട്ട് കണ്ടുവിട്ട കുറച്ച് സാധനങ്ങളുണ്ടാവും. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് കുറച്ച് പറയാണെന്നുണ്ട്. അപ്പം അതിൽ ഫസ്റ്റത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡയറക്ടർ വളരെ കീനായിട്ട് കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്കിത് വളരെ റിലേറ്റബിൾ ആയി തോന്നും. അത് അത്രയും ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു പടം എടുക്കാൻ പറ്റുള്ളൂ. സോ അതിന് നമ്മൾ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ അതിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, യൂണിവേഴ്സലി ഇത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലായിടത്തുള്ള സ്ത്രീകളുടെ ഒരു യൂണിവേഴ്സൽ ഒരു സാധനമാണ് സ്ത്രീകളെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക. എന്നുവെച്ചാൽ
ഈ സിനിമയിൽ ഫാത്തിമ എന്നുള്ള ക്യാരക്ടറിനെ അവർ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു സമയം വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം സ്ത്രീകൾക്ക് പൊതുവേ ഒരു 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 ചിന്താഗതിയാണ്, ഓക്കെ ഞാൻ വെറുതെ ഇരുന്നാൽ അത് ഒരു തരം ഗിൽറ്റാണ്. കുറച്ച് നേരം വെറുതെ ഇരുന്നാൽ ഓ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് കാണാം, രാവിലെ ഫുൾ പണിയും കഴിഞ്ഞ് ഉച്ചക്കത്ത് ഫുൾ ചോറും കൂട്ടാനും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം പിന്നെ വിറകും എന്തെങ്കിലും ചെയ്യാനായിട്ട് അവർ ഇറങ്ങും. കാരണം ജസ്റ്റ് കുറച്ച് നേരം വൈകുന്നേരം ഒന്ന് വെറുതെ ഇരുന്നാൽ ഭയങ്കര ഗിൽറ്റാണ്. അപ്പോൾ അത് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ ഈ സിനിമയിൽ ഫാത്തിമ എന്നൊരു ക്യാരക്ടറിനെ വീട്ടുകാർ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. നീ ഫുൾ ടൈം ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ, അത് എപ്പോഴും ചോദിക്കുന്നതാണ്. കാരണം ഫോണിൽ തോണ്ടിക്കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ക്രൈമാണെന്നാണ്. അത് നമുക്കൊരു മീ ടൈം അതെന്നൊരു കോൺസെപ്റ്റ് തന്നെ വളരെ ചില ആൾക്കാർക്ക് മാത്രം ഇത് ഇപ്പോഴും ഗ്രാസ്പ് ആയിട്ടുള്ളൂ. എന്താണ് ഈ മീ ടൈം, എനിക്ക് സ്വയം എന്താ പറയുക ഐസൊലേറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കണം, എനിക്കൊന്ന് റീചാർജ് ചെയ്യണം, അതൊക്കെ ആളുകൾക്ക് ഇപ്പോഴും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല കുറേ ആളുകൾക്ക്. അതുപോലെ ഫാത്തിമ പ്രസവിക്കാഞ്ഞിട്ടും വീട്ടുകാർക്ക് നല്ല ചൊറിച്ചിലുണ്ട്. ഫാത്തിമയുടെ ഹസ്ബൻഡിനും ഫാത്തിമയുടെ അമ്മായിമ്മക്കൊക്കെ നല്ല ചൊറിച്ചിലുണ്ട്. കാരണം പ്രസവിക്കുമ്പോൾ എന്തായാലും ഒരു 9 മാസം ഫ്രീ ആവില്ലല്ലോ, നല്ല കഷ്ടപ്പെടണ്ട. അപ്പോൾ സ്ത്രീകൾ കഷ്ടപ്പെടണം, എങ്ങനെയെങ്കിലും ഒന്നിരുന്ന് കഷ്ടപ്പെട്ടാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ പ്രസവിക്കാത്തതിൻ്റെ പേരിലും ഫാത്തിമക്ക് നല്ലൊരു എന്താ പറയുക കുത്തുവർത്താനം എന്ന് പറയും, ആ സംഭവം നേരിടുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ഈ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കാനൊന്നും സമ്മതിക്കാതെ ആകെക്കൂടെ കുറച്ച് സമയം കിട്ടുന്നത് ഉറങ്ങാനാണ്. അപ്പോഴാണ് മാത്രമാണ് കുറച്ച് ഫ്രീ ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ പോലും ഈ ഫാത്തിമയ്ക്ക് ഇതിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഹസ്ബൻഡ് വന്നിട്ട് ഡോർ മുട്ടുന്നു. അതുപോലെ വളരെ അതാണ് ഈ മൂവിയുടെ മെയിൻ തീം. ലൈക്ക് ഇത്രയും വെറുതെ ഇരിക്കാൻ സമ്മതിക്കാതെ ഒന്ന് ഉറങ്ങാൻ പോലും നോക്കുമ്പോൾ അപ്പോഴും ശരിക്കും പോലും ഉറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഫാത്തിമയ്ക്കുള്ളത്. അത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജീവിക്കുന്ന മിക്ക സ്ത്രീകൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടമായ കാര്യമാണ് ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെ പോർട്രേ ചെയ്തിരിക്കുന്ന രീതി. എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലുള്ള സ്ത്രീകൾക്കാണെങ്കിലും അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ അവർ നെയ്ബേഴ്സ് ആയിട്ടുള്ള കുറച്ച് സ്ത്രീകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സിനിമയിലാണെങ്കിലും നമ്മൾ നാട്ടിൻപുറത്താണെങ്കിലും ഉള്ളൊരു കാര്യമാണ് അഫ്കോഴ്സ് കുശുമ്പ് കുന്നായ്മ അങ്ങനത്തെ ചില ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എന്നാലും ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ സ്ത്രീകളാണ്. അപ്പം പൊതുവെ മൂവീസിൽ കാണിക്കുന്നതാണ് സ്ത്രീകൾ കുറച്ച് കൂടിയിരിക്കുമ്പോൾ കുടുംബശ്രീ സ്ത്രീകൾ എന്താ കുറ്റം പറച്ചിലാണ് എന്നൊക്കെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. അപ്പം സ്ത്രീകളെ കാണിക്കുമ്പോൾ കാണിക്കുക അവർ ഇരുന്ന് വേറെ ആളുകളെ കുറ്റം പറയുന്നു, അങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്നത് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്യുന്നത്. കാരണം ഫാത്തിമയെ സപ്പോർട്ട് ചെയ്യുന്നതും ഫാത്തിമയ്ക്ക് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഫാത്തിമയ്ക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടാനും ഒക്കെ ഫാത്തിമയെ സപ്പോർട്ട് ചെയ്യുന്നത് ഫാത്തിമയുടെ കൂടെയുള്ള സ്ത്രീകളാണ്. അപ്പോൾ അതിന് ഡയറക്ടർ നന്നായിട്ട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴും ആളുകൾ പറയാം മെയിൽ ഫ്രണ്ട്ഷിപ്സ് ആണ് അടിപൊളി, മെയിൽ ഫ്രണ്ട്ഷിപ്സ് ആകുമ്പോൾ ഒരു പ്രശ്നമില്ല, വളരെ നാച്ചുറലാണ് മെയിൽ ഫ്രണ്ട്ഷിപ്പ്. ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് അങ്ങനെയല്ല, ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും എന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാലും മെയിൽ ലോൺലിനെസ് എപ്പിഡമിക് എങ്ങനെയാണ് മെയിൽ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും അടിപൊളിയായിട്ടും മെയിൽ ലോൺലിനെസ് എപ്പിഡമിക്കാണ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ഈ പടത്തിൽ നന്നായിട്ട് ഈ ഡയറക്ടർ പോർട്രേ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമായ വേറൊരു കാര്യമാണ് ഇസ്ലാമിനെ വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഹാസ്യ രൂപത്തിൽ ക്രിറ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റൈൽ ഓഫ് ക്രിറ്റിക്കാണ്. എനിക്കിങ്ങനെ കോമഡി രൂപത്തിലൂടെ ക്രിറ്റിസൈസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഞാൻ ഹാൻഡിൽ ഇവിടെ കൊടുക്കാം. ഒരു ഹാസ്യ രൂപത്തിൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതാണ് ഡയറക്ടറിനോട് എനിക്ക് ഒരു റെസ്പെക്റ്റ്. കാരണം ആൾ അത്രയും കോമഡി ആയിട്ടാണ് ഇത് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഭയങ്കര സീരിയസ് ആയിട്ടല്ല. സോ അതെനിക്ക് വളരെ വളരെ ഇഷ്ടമായി. കാരണം അങ്ങനെ ഒരു മെത്തഡാണ് യൂസ് ചെയ്യുന്നത്, ഒരുപാട് ആളുകളിലേക്ക് എത്താനും സഹായിക്കും. അപ്പം ഈ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ ഈ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മൂവി ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ വളരെ ഹൈലി അപ്രീഷ്യബിൾ ആണ്. കാരണം അതിന് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം മുഹമ്മദ് എന്നുള്ളൊരു പേര് ഒരു എക്സാം പേപ്പറിൽ എഴുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത്. അപ്പോൾ ആ ഒരു നാട്ടിൽ തന്നെ ഇത്രയും ഇസ്ലാമിന് ഇങ്ങനെ ടൂക്കുന്ന ഒരു പടം ഇറങ്ങുന്നതിൽ എനിക്ക് പേഴ്സണലി നല്ല സന്തോഷമുണ്ട്. ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതാണ് ആരുടെങ്കിലും ഈ ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ മുന്നിലായിരിക്കണം എന്നുള്ളൊരു കാര്യം. ആരോട് സുജൂദ് ചെയ്യാൻ പാടില്ല, പക്ഷെ സുജൂദ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ, സുജൂദ് അറിയാത്ത ആൾക്കാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാഷ്ടാംഗം നമിക്കാന്ന് പറയും. നമ്മൾ നിസ്കാരത്തിലൊക്കെ ഇങ്ങനെ നിലത്ത് തലകുത്തി ഒരു പോസ്ചർ ഉണ്ട്. അത് എവിടെ നിന്നൊക്കെ പിടിച്ചതാണ്, പക്ഷെ അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ എന്നാലും ആ ഒരു പോസ്ചറിനാണ് സുജൂദ് എന്ന് പറയുക. അപ്പോൾ അതാണ് ഭർത്താവിൻ്റെ മുമ്പിൽ ആണ് അത് ചെയ്യേണ്ടത്, ചെയ്യാനൊരു അനുവാദം ഉണ്ടെങ്കിൽ. ഭർത്താവിന് അത്രയും വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ കൊടുക്കുന്നത്. നല്ല കാര്യം, കൊടുത്തോട്ടെ, ഓക്കെ. പക്ഷെ അത് എങ്ങനെയാണ് ഈ ഹസ്ബൻഡ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അത് ഈ മൂവിയിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ സുജൂദ് ചെയ്യണോ? അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്താൽ മതി. അങ്ങനെ ഇക്വാലിറ്റി എന്നൊന്നും ഞമ്മൻ്റെ ദീനിൽ പറഞ്ഞിട്ടില്ല.
പിന്നെ ആ അത് ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് മദ്രസയിലാവുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അത് ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞുതരും, നിങ്ങൾ ഭർത്താവിനെ അത്രയും റെസ്പെക്ട് ചെയ്യണം, ഭർത്താവിന് മുമ്പിലാണ് സുജൂദ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സുജൂദ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ചെറുപ്പം തന്നെ നമ്മുടെ തലയിൽ ഡ്രില്ല് ചെയ്ത് തരുന്ന കാരണം ആ ഒരു ഡ്രില്ലിങ് ഫാത്തിമക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാത്തിമയുടെ ഹസ്ബൻഡ് ഉസ്താദിനെ ലൈക്ക് ഒരു പൈതലിനെ പോലെ നോക്കുന്നുണ്ട്. ഒരു കയ്യിനും കാലിനും വാദം വന്ന് കിടക്കുന്ന ഒരു ആളെ പോലെയാണ് ഫാത്തിമ നോക്കുന്നത്. എന്ന് വെച്ചാൽ ആള് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് കാണിക്കും, ഫാൻ, അപ്പം പോയി ഫാൻ ഇട്ട് കൊടുക്കും, വെള്ളം, അപ്പം പോയി വെള്ളം എടുത്ത് കൊടുക്കും. അങ്ങനെ അത് മിക്ക കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചില ഗേൾസ് ഇവിടെ വന്നിട്ട് ചോദിക്കും, ഓ എൻ്റെ ഹസ്ബൻഡ് ഒറ്റക്ക് വെള്ളം എടുത്ത് കുടിക്കുമല്ലോ. നിങ്ങളുടെ ഹസ്ബൻഡ് മെജോറിറ്റി ഓഫ് ഇന്ത്യൻ വുമൺ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ലക്കിയായതായിരിക്കും, പക്ഷേ നിങ്ങൾ അതും പറഞ്ഞുകൊണ്ട് ഓക്കെ മെജോറിറ്റി ഓഫ് ഇന്ത്യൻ വുമൻ്റെ ലൈഫ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വരണ്ട. കാരണം എനിക്കറിയുന്ന, ഞാൻ കണ്ട ഒരുപാട് ജീവിതങ്ങളിൽ സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്. ഭർത്താവ് മേലത്തെ നിലയിലാണെങ്കിലും താഴത്തെ നിലയിൽ നിന്ന് മേലത്തെ നിലയിൽ പോയിട്ട് ഫാൻ ഇട്ട് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം. അപ്പം അത് പറഞ്ഞുകൊണ്ട് കമൻസിൽ മെഴുകാൻ നിൽക്കണ്ട. ഇസ്ലാമിലെ സ്ത്രീ വെറും പ്രസവയന്ത്രം മാത്രമാണ്. അതല്ല എന്ന് പറഞ്ഞ് പല ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളും നിങ്ങളെ പറ്റിക്കാൻ നോക്കും. അപ്പോൾ ഹദീസും ഖുറാനും ഒക്കെ എടുത്തിട്ടൊന്ന് വായിക്കാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് അങ്ങോട്ട് മാറിക്കിട്ടും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇനിയും പ്രസവിക്കാത്ത ഫാത്തിമക്ക് ഓൾറെഡി ഈ മൂവിയിൽ 3 മക്കളുണ്ട്. അപ്പം എന്നിട്ടും ഇനിയും പ്രസവിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഫാത്തിമ അല്ലെങ്കിൽ ഇതിൽ ഹൗസ് വൈഫ് പ്രസവിക്കാഞ്ഞിട്ട് ഭർത്താവിൻ്റെ അമ്മായിമ്മക്ക് നല്ല ചൊറിച്ചിലാണ്. അപ്പം ആ ഒരു അത് ഞാൻ നേരത്തെ അതിനെ ടച്ച് ചെയ്ത് വിട്ടിരുന്നു. ലൈക്ക് എന്തിനായിരിക്കും ഇവരിങ്ങനെ ചൊറിയുന്നതെന്ന്. കാരണം സ്ത്രീകൾ അങ്ങനെ വെറുതെ ഇരിക്കാൻ പാടുണ്ടോ? ഒരു പ്രസവിച്ച് കുറച്ച് പണിയെടുക്കട്ടെ എന്നുള്ളത്, വേദന എടുത്ത് മരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെ ഞങ്ങൾ സുഖിച്ച് ജീവിക്കണ്ട. അതുപോലെ പെൺകുട്ടികൾ ഇപ്പോൾ കല്യാണം കഴിക്കാത്തതും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? പ്രസവിച്ച് കഷ്ടപ്പെടുന്നില്ല, ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോകുന്നതിനേക്കാളും ബുദ്ധിമുട്ടല്ലേ പ്രസവിക്കാൻ. അപ്പോൾ ഈ സ്ത്രീകൾ കഷ്ടപ്പെടട്ടെ, അത് മാത്രമാണ് ഇവരുടെ ചിന്ത. അതുപോലെ നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്നൊരു കാര്യമാണ്, ഭർത്താവും കുട്ടികളൊക്കെ ആയാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ എന്ന്. ഈ റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്വം ഇത് വരുന്നത് നമ്മൾ ജോലി എടുത്താലും നമ്മളൊരു പ്രൊജക്റ്റ് റൺ ചെയ്താലും നമ്മൾ ഒരു 1000 ആൾക്കാരെ നമ്മൾ അണ്ടറിൽ മാനേജ് ചെയ്താലും ഒന്നും റെസ്പോൺസിബിലിറ്റി വരില്ല. റെസ്പോൺസിബിലിറ്റി വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുട്ടികളെ പ്രസവിക്കണം, എന്നിട്ട് അവരെ നോക്കണം, എന്നിട്ട് അവരെ ഡയപ്പറൊക്കെ മാറ്റി കൊടുക്കണം, എന്നാലേ റെസ്പോൺസിബിലിറ്റി വരുള്ളൂ. അങ്ങനെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രം വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലും ഈ പടത്തിലും നോട്ടീസ് ചെയ്ത ഒരു സിമിലാരിറ്റി, ലൈക്ക് ഒരു എലമെന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിലുള്ള പാട്രിയാർക്കിന് ചെരുപ്പെടുത്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലാണെങ്കിലും ചെരുപ്പെടുത്ത് കൊടുക്കുന്നുണ്ട്, ഇതിൽ ഫാത്തിമ അവരുടെ ഹസ്ബൻഡിനും ചെരുപ്പെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഈ ചെരുപ്പിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ചെരുപ്പിൻ്റെ വില പോലും നിനക്കില്ല എന്ന് ഈ പെണ്ണിനോട് ഇൻഡയറക്റ്റ്ലി പറയാണ്. കാരണം എന്താണ് ഒരാൾക്ക് ചെരുപ്പ് സ്വന്തം എടുത്തിട്ടാൽ എന്താ പ്രശ്നം? പിന്നെ ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഫാത്തിമ നിക്കാബ് ഇടുന്നുണ്ട്. അപ്പം ഈ വീട്ടിലൊരു മീൻകാരൻ വരുമ്പോഴും, എത്രയോ വർഷമായിട്ട് വീട്ടിൽ വന്നു പോകുന്ന മീൻകാരനായിരിക്കും, മീൻകാരൻ വരുമ്പോൾ പോലും മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഫാത്തിമക്കുള്ളത്. പക്ഷെ മൂവിയുടെ അവസാനം ആകുമ്പോൾ ഈ മീൻകാരൻ തന്നെ ഫാത്തിമക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് ഫാത്തിമ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വളരെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും മൂവിയുടെ അവസാനം ആകുമ്പോഴത്തേക്കും ഫാത്തിമ എംപവേർഡ് ആവും. അതാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. സോ അതും എനിക്ക് ഇഷ്ടമായിട്ടൊരു എലമെൻ്റായി. കാരണം ചെറിയ നമ്മൾ സബ്റ്റിലായിട്ട് വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളാണിത്. കാരണം ആദ്യം ഫാത്തിമ അങ്ങനെ മീൻകാരൻ വരുമ്പോൾ മുഖം പൊത്തും നോക്കുന്നുണ്ട്, മുഖത്ത് പോലും നോക്കാതെ കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവസാനം അതുപോലെ ബെഡിൻ്റെ ആൾ വരുമ്പോഴും വീട്ടിൽ കയറ്റാൻ ബുദ്ധിമുട്ടുന്ന ഫാത്തിമ, പിന്നെ അവസാനം ഭർത്താവിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ബെഡ് കൊണ്ടിരുന്ന ആൾ കയറുന്നതൊക്കെ. ഇത് ഈ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഫാത്തിമയുടെ കൂടെ നമുക്കും ഒരു ഭയങ്കര സന്തോഷമാകും. കാരണം ഫാത്തിമ എംപവേർഡ് ആവുന്നത് കാണുമ്പോൾ നമുക്കും ശരിക്കും ഭയങ്കര ഹാപ്പിനെസ് തോന്നും. അപ്പം പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ വേറൊരു കാര്യമാണ്, ഫാത്തിമയെ ഒരിക്കൽ ഭർത്താവ് എന്ന് വെച്ചാൽ ഉസ്താദ് അടിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് അടിക്കാതെ പറയുന്നുണ്ട്, ഇത് നമ്മൻ്റെ ദീനിൽ ഇത് പറയാത്തതുകൊണ്ട് നിനക്ക് അടി കിട്ടുന്നില്ല, അങ്ങനെ എന്തോ ഭർത്താവ് പറയുന്നുണ്ട്. അലോങ് ദ സെയിം ലൈൻസ്. ശരിക്കും ഇസ്ലാമിൽ സ്ത്രീകൾ അടിക്കാൻ പറയുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഇസ്ലാമിൽ 4:34 സൂറ നിസ 4:34, ഞാൻ വെറുതെ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് വായിക്കാം. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചിലവഴിച്ചതുകൊണ്ടുമാണത്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക.
എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത്. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു. അടിച്ച് നന്നായാൽ പിന്നെ അടിക്കരുത് എന്നാണ് കാരുണ്യവാനായ ഈ ദൈവം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, അടിക്കാം അനുസരണക്കേട് ഭയന്നാൽ. അനുസരണക്കേട് കാണിച്ചാലല്ല, അനുസരണക്കേട് ഭയന്നാൽ അടിക്കാം എന്ന് തന്നെയാണ് ഖുറാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പച്ചയ്ക്ക് ഇവിടെ വായിച്ചു. അപ്പം പിന്നെ ഉസ്താദ് പറയുന്നുണ്ട് ഞങ്ങൾ ദീനിൽ ഇത് പറഞ്ഞിട്ടില്ല എന്ന്. അപ്പം ഇത് ഡയറക്ടർക്ക് അറിയാഞ്ഞിട്ടാണോ അതോ വേറൊരു മെറ്റാ ലെവൽ സർക്കാസം എനിക്ക് മനസ്സിലാവാത്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇസ്ലാമിൽ എന്തായാലും സ്ത്രീകൾ അടിക്കാം. ഭാഗ്യത്തിന് ഫാത്തിമക്ക് അടി കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണമല്ലോ, കാരണം പഠിച്ചവൻ ഈ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പിന്നെ എന്താ പറയുക, അവർ നിങ്ങളെ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവരെ അടിക്കരുതെന്ന്. എന്ന് വെച്ചാൽ അടിച്ചു കഴിഞ്ഞാൽ അവർ നന്നായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടിക്കാൻ പാടില്ല എന്ന്. വാവ്, അത് ഭയങ്കര ബുദ്ധിയാണ് അല്ലേ പഠിച്ചവനക്ക്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. നമുക്കിത് കുട്ടികളെ കാര്യത്തിലും എംപ്ലോയ് ചെയ്യാം. കുട്ടികളെ അടിച്ചവർ നന്നായി കഴിഞ്ഞാൽ പിന്നെ അടിക്കരുത്, അത് പറഞ്ഞുതരാൻ പിന്നെ പഠിച്ചോൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ കാരുണ്യം ആരും കാണാതെ പോകരുത്. അപ്പോൾ ഇത് ഡയറക്ടർ റെഫർ ചെയ്യാത്തതുകൊണ്ടാണോ അതോ ഇതിന് ഞാൻ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ഈ കാലം മാറുമ്പോഴേക്കും ഒരു ടൈപ്പ് ഓഫ് ആളുകൾ, ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മാറാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഐസൊലേറ്റഡ് ആയി ഫീൽ ചെയ്യും. കാരണം മറ്റുള്ളവരുടെ പ്രാക്ടീസസ് ഇവർ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഐസൊലേറ്റഡ് ആവും. അപ്പോൾ മറ്റുള്ളവർ ഞങ്ങളെ ഐസൊലേറ്റ് ചെയ്യുന്നു. അപ്പം അത് ആ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ, ആ ഒരു ഐസൊലേറ്റഡ് ഫീലിംഗ്, ഒരു അലൂഫ്നെസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇവൻച്വലി അത് എക്സ്ട്രീമിസ്റ്റ് ബിഹേവിയറിലോട്ട് ലീഡ് ചെയ്യും, വയലൻസിലോട്ട് ലീഡ് ചെയ്യും. അതാണ് ആ ഒരു വയലൻസിൻ്റെ അല്ലെങ്കിൽ എക്സ്ട്രീമിസത്തിൻ്റെയും ടെററിസത്തിൻ്റെ ഒക്കെ പൈപ്പ് ലൈൻ. ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നേ, ഒരു വിക്ടിം മൈൻഡ് സെറ്റ്, ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നേ, ഞങ്ങളിവരെ ഉപദ്രവിക്കുന്നേ, ഞങ്ങളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നേ. പക്ഷേ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താണ്? ഇപ്പം നമ്മുടെ നാട്ടിൽ സുംബ ഡാൻസിൻ്റെ വിവാദം വന്നു. ഞങ്ങളൊരു ആൾക്കാർ മാത്രം സുംബ കളിക്കില്ല. അപ്പം തന്നെ നിങ്ങൾ സ്കൂളിൽ തന്നെ ഐസൊലേറ്റഡ് ആയി. അല്ലെങ്കിൽ അരവണ കൊടുന്നു, പായസം കൊടുന്നു, അപ്പോൾ ഞങ്ങളിത് കഴിക്കില്ല. അപ്പം തന്നെ നിങ്ങൾ ഐസൊലേറ്റഡ് ആയി. അങ്ങനെ ഓരോ ഓണ സെലിബ്രേഷൻ വരുമ്പോൾ ഞങ്ങൾ സെറ്റിൽമെൻറ്റ് എടുക്കില്ല, ഞങ്ങൾ പൂക്കളിടില്ല, അപ്പം തന്നെ നിങ്ങൾ ഐസൊലേറ്റഡ് ആയി. അങ്ങനെ എപ്പോഴും ഈ ചെറുപ്പം മുതലേ ഐസൊലേറ്റഡ് ആകുന്ന ആളുകൾ ഏത് രാജ്യത്താണെങ്കിലും ഐസൊലേഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വയലന്റ് ബിഹേവിയറിലോട്ട് പതുക്കെ നീങ്ങും. കാരണം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റും നമ്മൾ അൽഗോരിതം നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും നമ്മളെ തോട്ട് പ്രോസസ്സ് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടന്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കോ ഇതിനു വേണ്ടി പ്രതികരിക്കണം. അങ്ങനെയാണ് ഒരു വയലന്റ് ബിഹേവിയറിലോട്ട് ഇത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളിൽ വെച്ച് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഇത് കണ്ടിട്ട് കുരു പൊട്ടുന്നതിന് പകരം അതിൽ നിന്ന് എടുക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകളെ നമ്മൾ മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ മുടി കണ്ടിട്ട് നിങ്ങൾക്ക് പേടിയാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവൻച്വലി ഇറ്റ് വിൽ ഫോൾ. അതത്രയേ ഉള്ളൂ. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കാലത്തിനനുസരിച്ച് പ്രോഗ്രസീവായി ചിന്തിക്കാതെ ഒരു അറേബ്യൻ വാളിലോട് ഉണ്ടാക്കിയ കുറച്ച് നിയമങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അഫ്കോഴ്സ് നിങ്ങൾ സൊസൈറ്റി ഒറ്റപ്പെടുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആളുകൾ വീണ്ടും ഇതുപോലെ സിനിമ എടുത്ത് ഊക്കും. അപ്പോൾ വീണ്ടും കരയേണ്ടി വരും. ഇപ്പോൾ സ്ത്രീകളെ ഉൾക്കൊള്ളിക്കാത്തൊരു കിനാച്ചേരിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ ആളുകൾ ഇനിയും പിടിച്ച് ട്രോൾ ഉണ്ടാക്കും, മൂവീസ് ഉണ്ടാക്കും, സോങ്സ് ഉണ്ടാക്കും, പലതും ചെയ്യും. അപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ സ്പെഷ്യൽ മെൻഷൻ കൊടുക്കേണ്ട ഒരാളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ അമ്മായിമ്മയായിട്ട് അഭിനയിച്ച ആളുടെ ആക്ടിംഗ് ആണ്, എനിക്ക് പേരറിയില്ല. വളരെ നാച്ചുറൽ ആക്ടിംഗ് ആയിരുന്നു. എനിക്ക് വളരെ വളരെ ഇഷ്ടമായി അവരുടെ ആക്ടിങ്. അവർ അഭിനയിക്കുകയാണെന്ന് തോന്നിയിട്ടേ ഇല്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ലീഡ് ആക്ട്രസ് ആയിട്ടുള്ള ഷംല ഹംസ. വെരി വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള അവാർഡാണ്, സ്റ്റേറ്റ് അവാർഡ്. അത് അടിപൊളിയായിട്ടുണ്ട്, ബ്രില്യൻ്റ് ആയിട്ട് ആൾ ആ ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെയിൻ സ്ട്രീം ആക്ട്രസ് ആണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അത്രയും എഫക്റ്റീവായി ചെയ്യില്ലായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ അനുഭവിച്ച ഒരാളെ പോലെ തന്നെ എനിക്ക് തോന്നി. കാരണം അത്രയും നാച്ചുറലായിട്ട് ആക്ട് ചെയ്തിരുന്നു. സോ ബ്രില്യൻ്റ് ആക്ടിംഗ് ആണ് ഷംല ഹംസ. അതുപോലെ തന്നെ ഇതിൽ ഉസ്താദ് അഭിനയിച്ച ഫാത്തിമയുടെ ഭർത്താവായിട്ട് അഭിനയിച്ച കുമാർ സുനിൽ, അത് അടിപൊളി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് കോമഡി സീൻസൊക്കെ ആൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ആൾ ശരിക്കും ഒരു അടിപൊളി കൊമേഡിയനാണ്. അപ്പോൾ കൂടുതൽ ഇനി ആളുകൾ ഡയറക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അത്രയും ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് കുമാർ സുനിൽ. അപ്പോൾ സിനിമ കാണാത്തവരെന്തായാലും കാണുക. എന്തായാലും ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾക്കൊന്നും ഈ സിനിമ തീരെ ഇഷ്ടമാവില്ല. കാരണം അവരുടെ കണ്ണിൽ യഥാർത്ഥ മുസ്ലിം വുമൺ ഈ ഫാത്തിമയുടെ നെയ്ബറായിട്ടുള്ള ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. അവരായിരിക്കും ഇവരുടെ കണ്ണിൽ യഥാർത്ഥ മുസ്ലിം വുമൺ. ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾക്ക് എന്തായാലും ഈ പടം ഇഷ്ടമില്ലാത്ത കാരണം ഈ പടം നിർബന്ധമായിട്ടും പോയി കാണുക. അടിപൊളി പടമാണ്. ഇത്രയും നല്ലൊരു പടം എടുത്തു വെച്ച ഫാസിൽ മുഹമ്മദ് ആൻഡ് ടീം ഡിസേർവ്സ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. വെരി വെൽ ഡൺ. കാണാത്തവർ എന്തായാലും ഈ മൂവി പോയി കാണാം. സോ ബൈ.